CA വരുന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടൻ വിജയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. തമിഴ് വെട്രി കക്ഷി അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വെട്രിക്കഴകം ആ പാർട്ടിയുടെ തലപ്പത്തിരുന്നുകൊണ്ട് CA മനുഷ്യരെ വിഭജിക്കുന്ന ഒന്നാണെന്നും അത് നടപ്പിലാക്കാൻ പാടില്ലാത്ത ഒന്നാണെന്നും തമിഴ്നാട്ടിൽ അത് നടപ്പിലാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്നൊക്കെയുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് വിജയ് നടത്തുന്നത് ആദ്യത്തേതാണ് ഇത്രയും ക്ലാരിറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്താവന. ദിവസമായി വിജയ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം CA ആദ്യം എടുക്കുകയാണ്. എന്ന് വെച്ചാൽ തൻ്റെ രാഷ്ട്രീയം എന്തായിരിക്കും എന്ന കാര്യം അദ്ദേഹം പ്രഖ്യാപിക്കുകയാണോ ഇന്നത്തെ ഇന്ത്യൻ സിനാരിയോയിൽ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അല്ല, അദ്ദേഹം നേരത്തെ തന്നെയും അത്തരം സൂചനകൾ നൽകിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിജയ് എന്ന് നിഷാദെ വിളിക്കുകയുള്ളൂ. നമ്മൾ ദേശഭക്തർ അദ്ദേഹത്തെ ജോസഫ് വിജയ് എന്നാണ് വിളിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് വിജയ് എന്ന് അദ്ദേഹം സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രി സ്ക്രീൻ നെയിം വിജയ് എന്നാണ്. പക്ഷേ ഒരിക്കലും ആ സ്ക്രീൻ നെയിമിൽ ദേശഭക്തർ അദ്ദേഹത്തെ വിളിക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയാം. പല സന്ദർഭങ്ങളിൽ ഇത്ര പ്രത്യക്ഷമല്ലെങ്കിലും പരോക്ഷമായിട്ടുള്ള പെട്രോളിന് വില കൂടുമ്പോൾ സൈക്കിൾ ഓടിച്ച് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമാണല്ലോ. പെട്രോളിന് വില കൂടുന്ന ഈ ദിവസം തന്നെ വിജയ് സൈക്കിൾ ഓടിക്കുന്ന എന്തിനാണ് എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അദ്ദേഹം ഈ ഇലക്ഷനിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത നിയമസഭ ഇലക്ഷനാണ് മത്സരിക്കുന്നത്. ആരുടെ കൂടെയാണ് എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ നമുക്കറിയാം DMK ADMK അങ്ങനെ പോളറൈസ്ഡ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്സാണ്. പക്ഷേ അത് അങ്ങനത്തെ നിൽക്കാൻ യാതൊരു സാധ്യതയില്ല. കാരണം ADMK എന്ന് പറയുന്ന ഓരോ ദിവസവും ശ്രിങ്കിങ് ആണ്. അത് ഇങ്ങനെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യുന്നത് ആരാണ് എന്നൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. BJP അണ്ണാമലയുടെ നേതൃത്വത്തിൽ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു ദ്രാവിഡ DMK BJP ആ നിലക്ക് തമ്മിൽ രാഷ്ട്രീയം അടുത്ത കാലത്ത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓഫ് കോഴ്സ് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം പൊളിറ്റിക്കൽ മെയിൻ സ്ട്രീം എന്താണ്? അത് ഹിന്ദുത്വ വിരുദ്ധമാണ്. അതിലൊരു സംശയമില്ല. ADMK BJPയുടെ കൂടെ നിന്ന പാർട്ടിയാണെങ്കിൽ പോലും കോർ അവരൊരു ഐഡിയോളജിക്കലി അവർ ഹിന്ദുത്വ വിരുദ്ധ, ഈ ബ്രാഹ്മിൻ വിരുദ്ധ, ഈ ദ്രാവിഡ ഐഡൻറ്റിറ്റി, ദ്രാവിഡ അഭിമാനം അതിനെ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. അങ്ങനെ അല്ലാത്തൊരു പൊളിറ്റിക്കൽ സ്പെക്ട്രം തമിഴ്നാട്ടിൽ സാധ്യമല്ല. ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല അങ്ങനത്തെ ഒരു ഏരിയയിൽ. അപ്പോൾ വിജയും അത് തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. പിന്നെ അത് പറയാനുള്ള രാഷ്ട്രീയമായ ധൈര്യം അദ്ദേഹം കാണിച്ചു എന്നുള്ള അഭിനന്ദനാർഹമാണ്. പക്ഷേ അതേസമയം തമിഴ്നാട്ടിൽ അത് കുറച്ചുകൂടെ എളുപ്പമാണ്. ഇപ്പോൾ കേരളത്തിൽ നോക്കൂ, അങ്ങനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സിനിമാ താരവും ഒരു സെലിബ്രിറ്റിയും ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടില്ലല്ലോ. എന്തുകൊണ്ട് അവർ നടത്തുന്നില്ല? അവർക്ക് തമിഴ്നാട്ടിലേതുപോലെ എളുപ്പമല്ല എന്ന് പറയാം. പക്ഷെ അങ്ങനെ എളുപ്പമുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കുന്നതിൽ ഇവർക്ക് ഉത്തരവാദിത്തമുണ്ടല്ലോ. ഇവരിങ്ങനെ 1-2 ആളുകൾ അങ്ങനെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞ് മുന്നോട്ട് വരികയാണ്, കമ്മൗട്ട് ചെയ്യുകയാണ്, അവരതിൽ ശക്തമായി നിൽക്കുക എന്ന് വിചാരിക്കുക. സാമൂഹിക മനസ്സ് ആ നിലക്ക് മാറ്റിയെടുക്കാൻ പറ്റുമല്ലോ. അതുകൂടെ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ മലയാളത്തിലെ ആളുകൾക്ക് ദളപതിമാർക്ക് വിജയ് ദളപതിയിൽ പാഠമുണ്ടെന്നാണ് ഞാൻ പറയുക. വിജയ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രഖ്യാപിച്ച സമയത്ത് നമ്മളിങ്ങനെ ഇതുപോലെ ഔട്ട് ഓഫ് ഫോക്കസിൽ ഈ വിഷയം നോക്കിയതാണ്. ഇങ്ങനെ വിജയ്ക്ക് നേടാൻ കഴിയും, വിജയെ പോലൊരു ഒരു നടന് ഇനി തമിഴ് സിനിമ താരങ്ങൾക്ക് രാഷ്ട്രീയ പ്രവേശനം സാധ്യമാണോ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ദാവസായി പറഞ്ഞില്ലേ, ADMKയുടെ പതനം, ആ പതനം എന്ന് തന്നെ പറയണം. കാരണം DMKയും ADMKയും ഒരേപോലെ തുല്യശക്തികളായിരുന്നൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. ഇരുവരും മാറി മാറി ഭരിച്ചിട്ടുണ്ട്. ജയലളിതയെ പോലെ ഒരു ടവറിങ് ലീഡർ വർഷങ്ങളോളം തമിഴ്നാട് ഭരിച്ചതാണ്. ഒരുപക്ഷെ തമിഴ്നാടിൻ്റെ ട്രാൻസ്ഫോർമേഷനെ തന്നെ നമുക്കറിയാമല്ലോ, ഒരു 80കളിൽ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന ഭിക്ഷാടകരായിട്ടുള്ള ആളുകൾ മുഴുവൻ തമിഴരായിരുന്നു. എവിടെ മുതലാണ് ഈ തമിഴ്നാടിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് വരുന്നത് വെച്ചാൽ ജയലളിത അവിടെ ഭരിക്കുമ്പോഴാണ്. പ്രത്യേകിച്ചും ഈ ഗ്ലോബലൈസേഷന് ശേഷം ഉള്ള സമയത്ത് ജയലളിതയാണ് അവിടെ ഇൻഡസ്ട്രികളും ധാരാളം കൊണ്ടുവരുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നത്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ വൃത്തിയാക്കുന്നത്, അതുപോലെ വിദ്യാഭ്യാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് വളരെ പ്രധാനമാണ്. ഇന്ന് ഏതാണ്ട് ഒരു 4 വർഷം മുമ്പ് വരെ ഇന്ത്യയിലെ ഏറ്റവും സ്കൂൾ ഡ്രോപ്പ് ഔട്ട് കുറഞ്ഞൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ എഡ്യൂക്കേഷൻ സെക്ടറിൽ അവർ വ്യാപകമായി ഇൻവെസ്റ്റ് ചെയ്യുകയും അത് അവിടെ ഒരു സാമൂഹിക മാറ്റം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സാമൂഹിക മാറ്റമാണ് യഥാർത്ഥത്തിൽ ഈ താരരാജാക്കന്മാരുടെ രാഷ്ട്രീയത്തിന് തിരിച്ചടിയായതും അത് തന്നെയാണ്. ജയലളിത ചെയ്ത ആ കാര്യം തന്നെയാണ് ADMKയ്ക്ക് വിനയായി മാറിയത്. പക്ഷേ എങ്കിൽ പോലും ADMKയ്ക്ക് തമിഴ്നാട്ടിൽ എല്ലായിടത്തും വേരുകളുണ്ട്. മാത്രവുമല്ല, ഒട്ടും വർഗീയമല്ലാത്ത ഈ പറയുന്ന ദ്രാവിഡ രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോഴത്തെ അതിൻ്റെ നേതാവ് എടപ്പാടി പളനിസ്വാമി പോലും. പേഴ്സണലി അദ്ദേഹം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ BJPയെ കൂട്ടുകൂടുമ്പോൾ പോലും അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ അലയൻസായിരുന്നു BJP ഉള്ള അലയൻസ്. ഇപ്പോൾ അതില്ലാതായി കഴിഞ്ഞു. BJP ഇന്നലെ ശരത് കുമാറിൻ്റെ ഏതൊരു പാർട്ടി
NDA ചേർന്നെന്ന് കേൾക്കുന്നു. വേറെ നിവൃത്തിയില്ല. കാരണം വിജയകാന്ത് പോയി, പിന്നെ ശരത് കുമാറിൻ്റെ ഏതോ ഒരു പാർട്ടി കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ BJPയെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞ പ്രോസ്പെക്ട്സ് ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. കാരണം ഒരിടത്തും ശക്തരായ സഖ്യശക്തികളില്ല. കെട്ടിവച്ച കാശ് ഭൂരിഭാഗം സീറ്റുകളിലും കിട്ടില്ല എന്നുറപ്പുള്ള ഒരു ഇലക്ഷനാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതൊരു വാക്കം കൂടിയാണ്, വിജയെ സംബന്ധിച്ചൊരു വാക്കം കൂടിയാണ്. പക്ഷേ വിജയ് പറയുന്നത് BJPക്കെതിരെയാണ്. വിജയും സംസാരിക്കുന്നത് BJPക്കെതിരെയാണ്. DMKയും സംസാരിക്കുന്നത് BJPക്കെതിരെയാണ്. AIDMKയും ഇനി ഈ ഇലക്ഷനിൽ സംസാരിക്കുന്നത് BJPക്കെതിരെ തന്നെയാണ്. അപ്പം ഈ പ്രധാനപ്പെട്ട കേരളത്തിൽ അതേ സെനാരിയോ, കേരളത്തിലെ UDFും LDFും CAക്കെതിരെ സംസാരിക്കുന്നു, BJP മാത്രം ഒരു വശത്ത് ഒറ്റപ്പെട്ടു പോകുന്നു. തമിഴ്നാട്ടിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇത് ഈ പറയുന്ന ഈ CAക്കെതിരായിട്ടുള്ള സ്റ്റാൻഡ് യഥാർത്ഥത്തിൽ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള ഒരു ഉചിതമായ സമയമല്ല. കാരണം അത് അദ്ദേഹത്തിന് ആവശ്യമായ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. കാരണം എല്ലാവരും പറയുന്ന ഒരേ കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. AIDMK പറയുന്നു, DMK പറയുന്നത് ഒരേ കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഇത് അദ്ദേഹത്തിന് എൻട്രിക്കുള്ള സമയമല്ല, അത് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പാർട്ടി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നില്ല എന്നും അടുത്ത തെരഞ്ഞെടുപ്പിലാണ് വരാൻ പോകുന്നതെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വെല്ലുവിളി അദ്ദേഹം ഉയർത്തുന്ന മുദ്രാവാക്യം ആർക്കെതിരെയാണ്? അത് DMKക്കെതിരെയാണോ അതല്ല BJPക്കെതിരെയാണോ എന്നുള്ളതാണ്. BJPക്കെതിരെ മാത്രമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാധ്യത വരുന്നത് AIDMK തകർന്നാൽ മാത്രമാണ്. AIDMK കൂടുതൽ ദുർബലമായാൽ മാത്രമാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സ്പേസ് ഉണ്ടാവുക. അതല്ല, ഇനി അദ്ദേഹം DMKക്കെതിരെ സംസ്കാരിക്കാൻ തുടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ രീതി അനുസരിച്ച് ഈ ആം ആദ്മി പാർട്ടിയെ കൊണ്ടുവരുന്ന, അതായത് അർബൻ പോപ്പുലേഷനെ ലക്ഷ്യം വെച്ചുള്ള ഒരു രാഷ്ട്രീയമാണെങ്കിൽ, അത് അഴിമതി വിരുദ്ധ രാഷ്ട്രീയം പറയാൻ പോവുകയാണെങ്കിൽ അത് DMKക്കെതിരെയും അദ്ദേഹത്തിന് പറയാവുന്നതാണ്. കാരണം DMKക്കെതിരെ അത്തരം ആരോപണങ്ങളുണ്ട്, ഓൾറെഡി ആരോപണങ്ങളുണ്ട്. അദ്ദേഹത്തിന് അത് പറയാവുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി അദ്ദേഹം ഇനിയും തീരുമാനിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്. അപ്പോൾ നമുക്കിന്ന് അവസാനിപ്പിക്കാം. നാളെ ഇരിക്കാൻ വേണ്ടി നമസ്കാരം.